നിങ്ങൾ രണ്ട് കണ്ണുടച്ചിരുന്നിട്ട് ഞാനീ പറയണതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. എന്നത്തെയും പോലെ അന്നും നമ്മൾ മൂടി പൊതിച്ച് കിടന്നുറങ്ങി. സുബിൻ്റെ നേരെയപ്പോൾ ഇപ്പിയും ഇമ്മയും ഭാര്യയും മക്കളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് എണീക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ എണീക്കാൻ പറ്റണില്ല. പിന്നെ ആ വിളിച്ച ആളുകളൊക്കെ മെല്ലെ മെല്ലെ തേങ്ങാൻ തുടങ്ങി. പിന്നെ അത് പൊട്ടിക്കരച്ചിലായി. ഉറക്കെ ഒരലമുറയിട്ട് കരയാൻ തുടങ്ങി. ഞാൻ പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് പറ്റണില്ല. അപ്പോൾ അവിടെ നിന്ന് ആരോ പറയണത് കേട്ട് ഇന്നലെ രാത്രി ചോറൊക്കെ കഴിച്ച് നല്ലവണ്ണം കിടന്നുറങ്ങിയതാണ്, സൈലന്റ് അറ്റാക്ക് ആയിരുന്നല്ലോ എന്ന്. അപ്പോൾ നമുക്ക് പൂതിയുണ്ട്, എടോ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാൻ, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് 2-3 മൊയ്യാക്കന്മാർ വന്നിട്ട് ചുറ്റുകൂടിയിട്ടിരുന്നിട്ട് യാസീൻ ഓതാൻ തുടങ്ങി. അറിയണവരൊക്കെ കൂടുണ്ട്, ഒരൊക്കെ യാസീൻ ഓതി തോർക്കുണ്ട്. അപ്പോൾ 2-3 ആളുകൾ അപ്പുറത്തിരുന്നിട്ട് ചോദിക്കുകയാണ്, മയ്യിത്ത് നിസ്കാരത്തിൻ്റെ സമയം കുറിക്കായിരുന്നു. ഇതുവരെ നമ്മളെ പേരെടുത്ത് അഭിസംബോധന ചെയ്ത ആൾക്കാരെ പിന്നെ മയ്യിത്ത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിങ്ങനെ പെടയാണ്. പക്ഷെ നമുക്ക് റൂഹില്ലല്ലോ, നമ്മളെ ജസദല്ലേ ഉള്ളൂ. പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾ അറിയുന്നുണ്ടോ? പൊള്ളും ഖബറിനുള്ളിലതാബുകൾ കേൾക്കുന്നു.